അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ കറിയാണ്. അത് പച്ചക്കറികളൊന്നും ചേർക്കാണ്ട് വെറും പച്ചമുളക് ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ്. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയും മധുരവും എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ കേരള സ്റ്റൈൽ കറിയാണ്. നമുക്കിത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുളകിനെ കൊണ്ടിട്ടൊരു കറിയാണ് കേട്ടോ. എല്ലാവരും പച്ചക്കറികൾ കൊണ്ടാണ് കറിയിൽ വയ്ക്കുക. ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പച്ചമുളകിനെ കൊണ്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: പച്ചമുളക് വേണം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ടാണ്, നന്നായിട്ട് ചിരികിയ തേങ്ങ. ഇനി നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു കടുക്, വളരെ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ പോലും ഉണ്ടാവില്ല. കാരണം കടുക് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരും. അത് കാരണം ഒരു നുള്ളു കുറച്ച് കടുക്. ഇത് കറുത്ത എള്ളാണ്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ലാസ്റ്റ് ഉപയോഗിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി നെക്സ്റ്റ് ഞാൻ ഇതിൽ ജിഞ്ചല്ലി ഓയിലാണ് ഈ കറി പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പച്ചമുളകിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറണം. ഇത് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് ഇത് നമുക്ക് എണ്ണയിൽ വാട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിന്ന് എല്ലാവർക്കും ഇഷ്ടമായത് കാരണം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവുള്ള പച്ചമുളകല്ല, നല്ല എരിവുള്ള ഉണ്ടയായിട്ടുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരുപാട് എടുക്കണ്ട കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പച്ചമുളക് ചിലവർക്ക് ഒരുപാട് എരിവ് പറ്റില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചെടുക്കാം. ഞാനിത് കുറച്ച് നമ്പേഴ്സ് കൂടുതൽ എടുക്കുന്നുണ്ട്, കാരണം ഇത് എരിവ് കുറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോൾ, പാൻ ഓൾറെഡി ഇത്തിരി ചൂടായതായിരുന്നു, അതിലേക്ക് നമ്മൾ ഈ നല്ലെണ്ണ ഒഴിക്കണം. ഓൾറെഡി പാൻ ചൂടായതാണ്. അപ്പോൾ അത് കാരണം നമുക്കതിലേക്ക് ഇടാം, മുളകിടാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിൽ ഈ മുളകിനെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. മുളകിൻ്റെ കളറ് ഞാൻ നല്ലെണ്ണയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, പക്ഷേ ഈ കറി നമുക്ക് നല്ലെണ്ണയിൽ മുളക് വറുക്കണതിന് ഒരു ടേസ്റ്റാണ്. നമ്മളിത് വറുക്കണതിനോടൊപ്പം നമുക്കൊരു നുള്ളു ഉപ്പ് കൂടി ഇതിനകത്ത് ഇടാം. അപ്പം മുളകിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കും. നല്ലോണം വഴറ്റിയാൽ മാത്രമേ ഇതിൽ മുളകിൻ്റെ ടേസ്റ്റ്, മണമൊക്കെ ഒന്ന് മാറണം, പച്ചമണം. നല്ലോണം ഫ്രൈ ആകുമ്പോൾ മുളക് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മുളക് നമുക്ക് എടുത്ത് കളയേണ്ടി വരുമെന്ന്. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഈ മുളക് ഇപ്പോൾ വഴണ്ട് വരുന്നതല്ലേ ഉള്ളൂ. അപ്പം അത് വഴറ്റുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങയും ഈ കടുകും ഒന്ന് അരച്ചിട്ട് വരാം. നന്നായിട്ട് അരയ്ക്കണം. ഞാൻ എത്ര പറഞ്ഞു അത്രയും മാത്രമേ കടുക് എടുക്കാവുള്ളൂ. ഇത് അരച്ചിട്ട് വരാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പുളി. ഇത്രയും പുളി, ഒരു നാരങ്ങയിലും ചെറിയൊരു വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർത്തി വെച്ച് ഇത് കൂടിയിട്ട് നമുക്ക് ഇതിനെ കുതിർത്തി ഈ മുളകിലോട്ട് നമ്മളിതിനെ ഒഴിച്ച് അങ്ങനെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ മുളക് നന്നായിട്ട് വഴറ്റിയായി, ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വന്നു. ഒരു ഗ്രീൻ കളറെല്ലാം കംപ്ലീറ്റ്ലി മാറി ഒരു ബ്രൗൺ കളറിലായി. ഇനി നമുക്കിതിലോട്ട് ഈ പുളി ചേർക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പുളിയും കൂടി ഒഴിച്ചപ്പോൾ ഒരു ഇച്ചിരി കൂടി ഉപ്പിട്ടു. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് സിമ്മിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പം നന്നായിട്ട് ഈ പുളിയെല്ലാം ഒന്ന് കുറുകി എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നു. ഇതിനകത്തോട്ടൊക്കെ നന്നായിട്ട് പുളി പിടിച്ച് കാണും ഇപ്പോൾ, ഉപ്പും പുളിയൊക്കെ. അപ്പം നമ്മളിപ്പോൾ അരച്ച തേങ്ങയുടെ കൂട്ടുകൂടി ഇതിലോട്ട് ചേർക്കാം. ഗ്യാസ് സിമ്മിലേക്ക് ആക്കുക. ഒന്ന് ഇളക്കുക. ഇത് ആക്ച്വലി മുളക് പച്ചടി എന്നാണ് പറയുക കേട്ടോ. പക്ഷെ ഞാനത് കുറച്ചും കൂടിയൊക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ട് ഉണ്ടാക്കണം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരു ഇതാണത്, ഒരു കറിയാണത്. അപ്പോൾ അത്രയൊന്നും ഇഷ്ടമായിരുന്നില്ല, എരിവും ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. ഉപ്പ് നോക്കണം, ടേസ്റ്റ് കുറച്ചുകൂടി വെള്ളമാവാം. ഒരുപാട് തിളയ്ക്കണം എന്നില്ല, ഒന്ന് തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കറിവേപ്പില ഇടാൻ മറക്കരുത്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മളിതിന് കുറച്ച് തൈരൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഇതിൽ ഞാൻ തൈര് ആഡ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അത് കാരണം തൈര് ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കിയതാണത്. സോ നമുക്കിതിൽ കറിവേപ്പിലയും കൂടി ഇടാം. അത്രയേ ഉള്ളൂ. സ്വിച്ച് ഓഫ് ചെയ്യാം.
സോ ഇത് ആക്ച്വലി സ്വീറ്റും പുളിയും എല്ലാം കൂടി ചേർന്നായതുകൊണ്ട് ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ചേർക്കണം. ഇത് ശർക്കരയാണ്. ഞാനിതിൽ ശർക്കര പൊടി ചേർത്തണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞച്ച് വെല്ലം ഇടാം നമുക്കിതിനകത്ത്. അച്ച് വെല്ലമാണെങ്കിൽ ഒരു കുഞ്ഞച്ച് വെല്ലം ഇടാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഇടയിൽ ഉപ്പും പുളിയും എല്ലാം നോക്കണം കേട്ടോ ഇടയിൽ. ഇനി നമുക്കിതിൽ കടുക് വറുത്തിടണം. കടുക് വറുക്കാൻ ഞാനിപ്പം നോർമൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വഴറ്റാൻ മാത്രം നല്ലെണ്ണ ഉപയോഗിച്ചാൽ അതിന് രുചി ഉണ്ടാവും. നമുക്ക് കടുക് വറുക്കാം ഇതിനകത്ത്. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കടുക്, നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് കടുകും ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി വറുത്ത് കൊണ്ടാം. കടുക് വറുത്തത് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ചേർക്കാനുണ്ട്, അത് കാണിച്ചു തരാം. കടുക് വറുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിൽ ഈ എള്ള് കൂടിയിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ചേർക്കണം. അത് ജസ്റ്റ് ഒരു സ്മെല്ലിനും ടേസ്റ്റിനും കൂടിയിട്ടാണ്. അതൊന്ന് നന്നായിട്ട് ചൂടാക്കി പൊട്ടുമ്പം എണ്ണ വേണമെന്നില്ല. ഇതിപ്പോൾ അതിൽ കടുക് വറുത്തതിൻ്റെ ബാക്കി എണ്ണയാണിത്. ഇല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വറുത്തായി കഴിഞ്ഞാൽ ഒന്ന് തണുക്കുമ്പം ഇത് അതിനകത്തോട്ട് പൊടിച്ച് ചേർക്കാം. ഇതിൽ ഇപ്പം നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് ആയിട്ടുണ്ടല്ല, നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയുണ്ട് പച്ചമുളക് കറി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിലൊരു പച്ചമുളക് പോലും നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. അത് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇതുമാതിരിയുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതലുള്ള എളുപ്പമുള്ള നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.